ഹായ് ഫ്രണ്ട്സ്, NBS നേച്ചർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊച്ചി ലുലു മാളിലെ ചില കാഴ്ചകൾ കാണാം. എറണാകുളം ടൗൺ സ്റ്റേഷൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ आपका स्वागत. എറണാകുളം ടൗൺ സ്റ്റേഷൻ വെൽക്കംസ് യു. ട്രെയിൻ നമ്പർ 126-25 തിരുവനന്തപുരത്തോട്ടും പാലക്കാട് വഴി ന്യൂഡൽഹി വരെ പോകുന്ന കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ടൗൺ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. यात्रियों कृपया ध्यान दीजिए, പാലക്കാട് से होकर जाने वाली गाड़ी नंबर 12625 तिरुवनंतपुरम न्यू दिल्ली केरला सुपरफास्ट एक्सप्रेस एर्नाकुलम टाउन प्लेटफॉर्म नंबर 1 पर आप ലുലു മാൾ കൊച്ചി. MA യൂസഫ് അലിയുടെ MK ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ കേരളത്തിലെ കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് മാളാണ് ലുലു മാൾ. 2013 മാർച്ച് 10-നാണ് മാൾ പ്രവർത്തനം ആരംഭിച്ചത്. ലുലു ഗ്രൂപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ മാൾ സംരംഭമാണ് കൊച്ചി മാൾ. 25 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ 1600 കോടിയാണ് മാളിൻ്റെ മുതൽ മുടക്ക്. ലണ്ടനിലെ WS അറ്റ്കിൻസിൻ്റെ ആർക്കിടെക്റ്റിൽ ഷംപൂർജി പല്ലോൺജി ആൻഡ് കമ്പനിയാണ് നിർമ്മാണം നടത്തിയത്. കേരളത്തിലെ പ്രധാന ഹൈവേകളായ NH47, NH17, കൊച്ചി ബൈപ്പാസ് ഇവയ്ക്കിടയിലാണ് കൊച്ചി ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചില്ലറ വ്യാപാര ശൃംഖലയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. പ്രവാസി മലയാളിയായ MA യൂസഫ് അലി സ്ഥാപിച്ച EMKE ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണിത്. യൂസഫ് അലി തന്നെയാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും. ഗൾഫിലും ഇന്ത്യയിലുമായി 164 ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണുള്ളത്. ഇന്ത്യ, സൗദി അറേബ്യ, USA, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, യമൻ, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലായി ഇവ നിലകൊള്ളുന്നു. ഉൽപ്പന്നങ്ങൾ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നിവയാണ്. ഏഷ്യയിലെ തന്നെ വലിയ ചില്ലറ വ്യാപാര ശൃംഖലകളിലൊന്നാണ് ലുലു. എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന 57,000-ഓളം പേർ ജോലി ചെയ്യുന്നു. എന്താണ് വ്യാപാരമെന്ന് നോക്കാം. പണം പ്രതിഫലമാക്കിക്കൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ എത്തിച്ചേരുന്നത് വരെയുള്ള ആകെ പ്രവർത്തനങ്ങളാണ് വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത്. ഇങ്ങനെ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സഹായകമായ സംവിധാനമോ സ്ഥലമോ വിപണി എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് കൊച്ചി ലുലു മാൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് മനസ്സിലാകുന്നത്. ബാർട്ടർ സമ്പ്രദായമാണ് വ്യാപാരത്തിൻ്റെ ആദ്യ രൂപം. ബാർട്ടർ സമ്പ്രദായത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് വിനിമയം ചെയ്തിരുന്നത്. എന്നാൽ ഈ സംവിധാനത്തിൽ സാധനങ്ങളുടെ യഥാർത്ഥ മൂല്യം കണക്കാക്കാൻ പറ്റിയില്ലായിരുന്നു. പണത്തിൻ്റെ ആവിർഭാവം ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ഈ ന്യൂനതയ്ക്കൊരു പരിഹാരമായി. അങ്ങനെയാണ് വ്യാപാരത്തിന് തുടക്കമായത്. വ്യാപാരം രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ടിലധികം വ്യക്തികൾ തമ്മിലോ ആകാം. വിവിധ തരം വ്യാപാരങ്ങളുണ്ട്. മൊത്ത വ്യാപാരം, ഹോൾസെയിൽ ട്രേഡ്. ഉൽപ്പാദകരിൽ നിന്നും ചില്ലറ വ്യാപാരികളിലേക്ക് സേവനങ്ങളോ സാധനങ്ങളോ എത്തിച്ചേരുന്നതിനിടയിൽ പ്രവർത്തിക്കുന്നതാണ് മൊത്ത വ്യാപാരം. ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ മൊത്ത വ്യാപാരികൾ എന്ന് പറയുന്നു. മൊത്ത വ്യാപാരികൾ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ചില്ലറ വ്യാപാരം അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡ്. സാധനങ്ങളോ സേവനങ്ങളോ അതിൻ്റെ അന്തിമ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യാപാരമാണ് ചില്ലറ വ്യാപാരം. ഇങ്ങനെ ചെയ്യുന്നവൻ ചില്ലറ വ്യാപാരികൾ എന്നറിയപ്പെടുന്നു. ആഭ്യന്തര വ്യാപാരം. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിനകത്ത് മാത്രമുള്ള വ്യാപാരമാണ് ആഭ്യന്തര വ്യാപാരം അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡ്. ആ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ് അത്തരം വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത്. വിദേശ വ്യാപാരം. ഒരു രാജ്യത്തിനകത്തു നിന്ന് മറ്റൊരു രാജ്യങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്നതിനെ വിദേശ വ്യാപാരം എന്ന് പറയാം, ഫോറിൻ ട്രേഡ്. ഒന്നിലധികം രാജ്യങ്ങളിൽ വിപണി കണ്ടെത്തി നടത്തുന്ന വ്യാപാരങ്ങളാണ് അന്തർദേശീയ വ്യാപാരം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വാണിജ്യ കരാറുകളും നിയമങ്ങളുമാണ് ഇത്തരം വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അടുത്തതായി സ്വതന്ത്ര വ്യാപാരം. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ഉടലെടുത്ത ഒരു സംവിധാനമാണ് സ്വതന്ത്ര വ്യാപാരം. കർശനമായ നിയന്ത്രണങ്ങളോ നികുതി വ്യവസ്ഥയോ ഇല്ലാത്ത സംവിധാനമാണിത്. ഇന്ന് നമുക്കറിയാം ഓൺലൈൻ വ്യാപാരം.
ഇൻ്റർനെറ്റിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉടലെടുത്ത വ്യാപാരമാണിത്. ഇടനിലക്കാരില്ലാതെ ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് വഴി ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൻ്റെ നേട്ടവും ലഭ്യമാകുന്നു. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് കൊച്ചി മെട്രോ റെയിൽവേയാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിലെ ഒരു അതിവേഗ റെയിൽ ഗതാഗതമാണ് കൊച്ചി മെട്രോ റെയിൽവേ. ഇന്ത്യയിൽ ആദ്യം ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. 1999 EK നായനാർ സർക്കാരായിരുന്നു കേരളത്തിൽ മെട്രോ റെയിൽ പദ്ധതി സാധ്യതാ പഠനം നടത്തിയത്. 2011 തുടങ്ങാനിരുന്ന ഈ പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് വൈകുകയായിരുന്നു. ഡൽഹി മെട്രോ അഥവാ DMRC എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും സംയുക്തമായി രൂപീകരിച്ച കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് ആണ് കൊച്ചി മെട്രോയുടെ ചുമതല നിർവഹിക്കുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറയിലെ പേട്ട വരെ 25.6 കിലോമീറ്റർ ദൂരമുള്ള കൊച്ചി മെട്രോയ്ക്ക് 22 സ്റ്റേഷനുകളാണുള്ളത്. തുടക്കത്തിൽ 3 കോച്ചുകളായിട്ടാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് ഇത് 6 ആയി ഉയർത്തി. 2017 ജൂൺ 17 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യ ആസൂത്രകൻ EM ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ജൂൺ 19 പൊതുജനങ്ങൾക്ക് കൊച്ചി മെട്രോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും ലുലു മാളിലേക്ക് നേരിട്ടുള്ള സ്കൈ വാക്ക് ഇടനാഴിയാണ്. ഇനി നമുക്ക് മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് കേൾക്കാം. EMKE Group മാനേജിംഗ് ഡയറക്ടറും പ്രവാസി വ്യവസായ പ്രമുഖനുമാണ് MA യൂസഫ് അലി. ജനനം 1955 നവംബർ 15. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശിയാണ്. ജീവിത പങ്കാളി ഷാബിറ യൂസഫ് അലി. 2008 പത്മശ്രീ പുരസ്കാരവും 2005 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 26,000 ഇന്ത്യക്കാരും 31,000-ഓളം പേർ ജോലി ചെയ്യുന്ന ഗൾഫിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ EMKE ഗ്രൂപ്പിൻ്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെയും മാനേജിംഗ് ഡയറക്ടറാണ് യൂസഫ് അലി. കൊച്ചിയിലേക്ക് ഷോർ ആശുപത്രി ചെയർമാൻ സാമൂഹ്യ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2008 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത്. ഔദ്യോഗിക സ്ഥാനങ്ങൾ: പ്രധാനമന്ത്രിയുടെ അന്തർദേശീയ ഉപദേശക സമിതി അംഗം, ഇന്ത്യൻ വികസന സമിതി രക്ഷാധികാരി, അബുദാബി ചാംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ ബോർഡ് അംഗം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഡയറക്ടർ, നോർക്ക റൂട്ട് ഡയറക്ടർ ബോർഡ് അംഗം, എയർ ഇന്ത്യയുടെ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടർ, വിദേശ ഇന്ത്യക്കാർക്കായുള്ള ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നു. മാറി നടന്നവരും മാറ്റി ചിന്തിച്ചവരുമാണ് മാറ്റത്തിൻ്റെ മാറ്റൊലികൾ കൊണ്ടുവന്നിട്ടുള്ളത്. 1973 ഡിസംബർ 31 പുതിയ സാധ്യതകൾ തേടി ദുബായിലേക്ക് യൂസഫ് അലി പോകുന്നത്. മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ വളർച്ചയുടെ സാധ്യത മാത്രം മുന്നിൽ കണ്ടു. 1990കളിൽ സൂപ്പർ മാർക്കറ്റിംഗ് രംഗത്ത് കാൽവെച്ചു. 2000 ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടന്ന യൂസഫ് അലി ഒരു പുതിയ റീറ്റെയിൽ വിപ്ലവത്തിന് ഗൾഫിൽ തുടക്കം കുറിച്ചു. ഇന്ന് നമുക്ക് കാണാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ ലുലു മാൾ ഉദ്ഘാടനം നടന്നതായിട്ട് നാം കണ്ടു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2021 ഡിസംബർ 18 ട്രിവാൻഡ്രം ലുലു മാളിൽ കയറാനുള്ള ക്യൂ ആണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും സ്ഥിരോത്സാഹവും കൊണ്ട് ലോക വാണിജ്യ ഭൂപടത്തിൽ സൂര്യതേജസ്സോടെ ഇന്നും നമ്മുടെ മുന്നിൽ മാതൃകയായി ഈ നാട്ടികക്കാരൻ. ബിസിനസ് നൈപുണ്യവും നേതൃത്വ പാഠവും കൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രമുഖ നഗരങ്ങളിലും വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ മാതൃകകൾ ഉൾക്കൊണ്ട് നമ്മുടെ കൊമേഴ്സ് കുഞ്ഞുങ്ങൾക്കും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.
International